Dear students, today we are going to discuss the intensity of spectral lines. Intensity of spectral lines that depends upon many factors. Actually, spectral line means suppose നിങ്ങളിപ്പം പ്രിസത്തിൻ്റെ കേസിൽ കാണുന്ന പോലെ അത് സംടൈംസ് അതൊരു ഡാർക്ക് ലൈൻ ആവാം അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈൻ ആവാം. എന്നു വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമുക്കൊരു സോഴ്സ്, ഒരു വൈറ്റ് സോഴ്സ് ഉണ്ട്. നമ്മൾ ആ വൈറ്റ് സോഴ്സിൻ്റെ മുന്നിൽ ഒരു KMnO4 സൊല്യൂഷൻ വെച്ച് നിൽക്കുക, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ഓൾമോസ്റ്റ് നമ്മൾ പറയും വിസിബിൾ റീജിയനിലെ എല്ലാ ഫ്രീക്വൻസീസും അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയും. അപ്പോൾ അത് KMnO4 കൂടെ പാസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ KMnO4 ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളൊരു ഫോട്ടോഗ്രാഫി പ്ലേറ്റ് ഈ വൈറ്റ് സോഴ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ എല്ലാ നമുക്ക് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യും. സപ്പോസ് അതിൻ്റെ പാത്തിൽ നമ്മളൊരു KMnO4 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ KMnO4 ഈ വരുന്ന സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് ഏതെങ്കിലും ആ പെർട്ടിക്കുലർ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ട് ഇറ്റ് വിൽ അബ്സോർബ് സം ഓഫ് ദ ലൈൻസ്. അപ്പോൾ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകിലാണ് നമ്മൾ ഫോട്ടോഗ്രാഫി പ്ലേറ്റ് വെക്കുന്നതെങ്കിൽ ഈ വൈറ്റ് ലൈറ്റിലെ എല്ലാ ഫ്രീക്വൻസിയും നേരത്തെ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് പകരം ചില ഫ്രീക്വൻസീസ് നമുക്ക് എന്തായിരിക്കും, മിസ്സിങ് ആയിരിക്കും. അതുപോലെ സപ്പോസ് നമ്മളൊരു സോഴ്സ് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സോഡിയം സോഴ്സാണ് നമ്മൾ മാത്രം വയ്ക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ പുറകിലൊരു ഫോട്ടോഗ്രാഫി പ്ലേറ്റ് വയ്ക്കുകയാണെങ്കിൽ അതിന് സോഡിയം എമിറ്റ് ചെയ്യുന്ന സോഴ്സ് ലൈറ്റ് ഏതാണോ അതിൻ്റെ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ ലൈൻസ് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ അത് ഒന്നുകിൽ അത് ഡാർക്ക് ഒരു മിസ്സിങ് ആയിട്ട് കാണും, അതിന് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയും. മറ്റേ നമുക്ക് എമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രൈറ്റ് ലൈനായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ റേഡിയൻ ഫ്ലക്സ് എനർജി പാസിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈമാണ് നമ്മൾ എപ്പോഴും ഇൻറ്റൻസിറ്റി എന്ന് പറയാറുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ മെഷർ ചെയ്യാറുള്ളത് റിലേറ്റീവ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻസ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ബിറ്റ്വീൻ ദ ടു സ്റ്റേറ്റ്സ് ആണ്. അതായത് സെലക്ഷൻ റൂൾസ് ഒബേ ചെയ്തിട്ടാണ്. സെലക്ഷൻ റൂൾ പല കേസിലും നമുക്ക് പല രീതിയിൽ ക്വാണ്ടം മെക്കാനിക്കലായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് സിസ്റ്റത്തിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷനൊക്കെ എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അത് ഒരു ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡൻറ്റ് സൊല്യൂഷൻ കിട്ടും. അതിൽ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം ആണെങ്കിൽ ആ കേസിൽ നമ്മൾ ΔJ ±1 എന്ന് എടുക്കും. അതായത് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ആ കേസിൽ ജെയുടെ വാല്യൂ ഒരു വാല്യൂവിലെ ചേഞ്ച് വരും. അതായത് 1 to 2 പോസിബിളാണ്, 2 to 3 പോസിബിളാണ്, പക്ഷേ 1 to 3 പോസിബിൾ അല്ല. അപ്പം 1 to 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രൽ ലൈന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. പക്ഷേ 1 to 2 ഉള്ള കറസ്പോണ്ടിങ് നമുക്ക് സ്പെക്ട്രൽ ലൈന് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പം നമുക്ക് ഏതൊക്കെ സ്പെക്ട്രൽ ലൈൻസാണ് നമുക്ക് അലൗഡ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ട്രാൻസിഷൻ പ്രോബബിലിറ്റി യൂസ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ഷൻ റൂൾ യൂസ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കേസ് പറയുന്നത് പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ദാറ്റ് പെർട്ടിക്കുലർ ലെവൽ ഈസ് പോപ്പുലേറ്റഡ് ഓർ ഹൗ മച്ച് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ്സ്. സപ്പോസ് നമുക്ക് അപ്പോൾ ഫസ്റ്റ് എനർജി സ്റ്റേറ്റും സെക്കൻഡ് എനർജി സ്റ്റേറ്റിലും സെലക്ഷൻ റൂൾ ഒബേ ചെയ്തിട്ട് അവിടെ ട്രാൻസിഷൻസ് അലൗഡ് ആണ്. പക്ഷേ ദർ ഇസ് നോ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് ലെവലിൽ ആറ്റം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ N2/N1 = E⁻⁻KT. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ΔE എനർജി ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, K ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ T ടെമ്പറേച്ചറിനെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. N2/N1 എന്ന് പറഞ്ഞാൽ N1 is the number of atoms in the lower state, N2 is the number of atoms in the upper state ആണ്. ഇതൊക്കെ എല്ലാ കേസിലും വരുന്നതാണ്. നമുക്കിവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യാനുള്ള തേർഡ് വൺ ആണ്. ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ മൂന്നാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അബ്സോർപ്ഷൻ പാത്ത് ലെങ്ത് ആൻഡ് കോൺസെൻട്രേഷൻ. ഡിപ്പെൻഡ്സ് ഓൺ സാമ്പിൾ പാത്ത് ലെങ്ത് L ആൻഡ് കോൺസെൻട്രേഷൻ C. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഒരു പെർട്ടിക്കുലർ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ അതിൻ്റെ അബ്സോർപ്ഷൻ്റെ കേസ് ആണെങ്കിൽ അതിൻ്റെ സാമ്പിൾ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ സൊല്യൂഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളുടെ ഈ ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു സ്പെക്ട്രൽ ലൈൻ്റെ ഇൻറ്റൻസിറ്റി, ഇഫ് ദ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി ഈസ് I0
and transmitted intensity is given is I, then I by I0 is given by the expression I by I0 is equal to e raised to minus KCL ആണ്. അവിടെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, എൽ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ പാത്ത് ലെങ്ത്, സാമ്പിൾ പാത്ത് ലെങ്ത് ആണ്. Then I is the intensity of the transmitted light and I0 is the intensity of the incident light ആണ്. K is a constant which is for a particular spectroscopy transition under investigation ആണ്. അപ്പോൾ ഇതിൽ I by I0 e raised to minus KCL എന്നുള്ള എക്സ്പ്രഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ലോഗരിതം രണ്ട് സൈഡിൽ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് നേച്ചുറൽ ലോഗരിതം എടുക്കുന്നത് ln ഓഫ് I by I0 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് മൈനസ് KCL എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതിനെ നമ്മൾ ബേസ് 10 ഉള്ള ലോഗരിതം ആക്കുമ്പോൾ നമുക്കറിയാം 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ln I by I0 ബിക്കംസ് 2.303 ലോഗ് ln ലോഗ് I by I0 എന്ന് എഴുതിയാൽ മതി. 2.303 ലോഗ് I by I0. This is the usual log. So that will be equal to minus KCL. So minus KCL ആകുമ്പോൾ നമുക്ക് ഇവിടെ ഈ 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ln ഓഫ് ആക്ച്വലി ലോഗ് എന്നാണ് നമുക്ക് എഴുതാൻ എളുപ്പം. സോ ഇറ്റ് ഈസ് ലോഗ് I by I0, log I by I0 that is equal to minus K by 2.303 CL minus K by 2.303 എന്നുള്ളതിനെ നമുക്ക് മൈനസ് എപ്സിലോൺ മാർക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ കേസിൽ ഇവിടെ ലോഗരിതമുണ്ട്, ഇവിടെ നമുക്ക് മൈനസ് എപ്സിലോൺ സിയിലാണ്. നമ്മൾ രണ്ട് സ്ഥലത്ത് 10 to the power കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫാക്ടർ K by 2.303 എന്നുള്ള ഫാക്ടറിനെ നമ്മൾ ഒരു എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഫാക്ടറാക്കിയിട്ട് മാറ്റി. ദെൻ നമ്മൾ ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 10 to the power എഴുതാൻ പറ്റും. സോ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് I by I0 ലോഗരിതം റിമൂവ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വി ഹാവ് 10 to the power മൈനസ് എപ്സിലോൺ CL ഉള്ള വാല്യൂ വരും. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. I by I0 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 to the power മൈനസ് എപ്സിലോൺ CL. ദാറ്റ് ഈസ് I by I0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്മിറ്റൻസ് ആണ്. I is the intensity of the transmitted intensity and I0 is the incident intensity. So it is transmittance. So we can denote it as T എന്ന് പറഞ്ഞിട്ട് denote ചെയ്യുക. So the expression for T is 10 to the power minus epsilon CL, where epsilon K by 2.303 ആണ്, and that quantity is known as the molar absorption coefficient. അതിന് another name is the decadic extinction coefficient or decadic absorptivity എന്നും കൂടെ പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് ബേസ് 10ൻ്റെ ബേസിലായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നെയിം കൊടുക്കുന്നത്. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. T ഈസ് ഈക്വൽ ടു 10 to the power minus epsilon CL, where T is the transmittance, that is I by I0. Now ഇതിനെ ഒന്നും കൂടെ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദ ഫസ്റ്റ് എക്സ്പ്രഷൻ വി ഹാവ് ലോഗ് I by I0 നമുക്ക് മൈനസ് എപ്സിലോൺ CL ആണുള്ളത്. സപ്പോസ് നമ്മൾ അതൊന്ന് ലോഗ് I0 by I എഴുതുകയാണെങ്കിൽ വി ക്യാൻ റിമൂവ് ദാറ്റ് നെഗറ്റീവ് സൈൻ. സോ ഇറ്റ് ബിക്കംസ് എപ്സിലോൺ CL എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് മാറും. ഈ എപ്സിലോൺ CL എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ നമ്മൾ A, ദാറ്റ് ഈസ് നോൺ ആസ് ദ അബ്സോർബൻസ് or optical density of the particular material എന്ന് പറയാറുണ്ട്. And so we can write the equation as A is equal to epsilon CL, where A is nothing but A is equal to log I0 divided by I. So actually I by I0 is related with the transmittance, but I0 by I is related with the absorbance. So it is known as the absorbance. So A is equal to epsilon CL. It is an important equation and it is known as the Beer-Lambert law. And since absorbance of a sample is proportional to, from this equation we can see that this absorbance A is proportional to C and L. So in spectroscopic studies, usually these absorbance studies are carried out more rather than the transmittance. So I by I0, that is which depends on L and C exponentially. So this is the relation between the sample path length, then the concentration and absorbance of the particular substance.